ഇനി കണ്ണൂരുകാരി റോസമ്മ പെരുന്നക്കോടിനെ കുറിച്ചുള്ള ഒരു കഥയിലേക്കാണ്. പ്രായം 70 ആകാറായെങ്കിലും ചെറുപ്പത്തിന്റെ ആവേശമാണ് റോസമ്മയ്ക്ക്. 68-ാം വയസ്സിൽ ആവേശത്തോടെ തുടങ്ങിയ ചിത്രം വരെയാണ് അതിന്റെ രഹസ്യമെന്ന് റോസമ്മ പറയും. കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ താൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടത്തുകയാണ് ഇപ്പോൾ റോസമ്മ. സാനിയോ മനോമി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. തനിച്ചിരുന്ന് മടുത്തു പോകുമായിരുന്ന ഒരു ജീവിതത്തെ നിറങ്ങളാൽ മനോഹരമാക്കിയത് എങ്ങനെയാണ് എന്ന കഥയാണ് ഒരു 70-കാരി നമ്മളോട് പറയുന്നത്. അവിരാമം എന്ന് പേരിട്ട ചിത്രപ്രദർശനമാണ് നമുക്ക് ഇന്ന് കാണാനുള്ളത്. അതിന്റെ ചിത്രകാരി റോസമ്മ നമുക്കിപ്പോൾ ഉണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. വരയ്ക്കാൻ തുടങ്ങിയത് ഒരു കൊറോണ ടൈമിലാണ്. വലുതായിട്ടൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അതിന് മുമ്പൊക്കെ കുറേശ്ശെ വരയ്ക്കും. ഈ ബോർഡിലൊക്കെ വരയ്ക്കാൻ തുടങ്ങിയത് എറണാകുളത്ത് വന്നതിന് ശേഷം 2 വർഷമായുള്ളൂ. അപ്പോൾ കുറേശ്ശെയൊക്കെ വരച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ എല്ലാവരും എൻകറേജ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വരയ്ക്കണം തോന്നി. പിന്നെ നമുക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേ, ഒരു ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്. വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോന്നിങ്ങനെ കിട്ടും. അപ്പോൾ അത് വീണ്ടും നന്നായിട്ട് അങ്ങ് വരയ്ക്കാൻ പറ്റും. പിന്നെ ചില പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഒരു പകുതിയൊക്കെ വരുമ്പോഴത്തേക്കും ഒന്നും കിട്ടാണ്ട് ബ്ലാങ്കായി പോകും. അപ്പോൾ വിചാരിക്കും ഇനി വരയ്ക്കുന്നില്ല, നിർത്തുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ മോൻ വരുമ്പോൾ പറയും, എനിക്ക് അതിനോട് ചോദിക്കും തന്നെ ഇത്രയാക്കിയിട്ട് നിർത്തിയെന്ന്. ഞാൻ പറയും എനിക്ക് കിട്ടുന്നില്ല, ഞാൻ നിർത്തുമെന്ന്. അപ്പോൾ അവൻ പറയും വരയ്ക്ക്, ഇത്രയും വരച്ചില്ലേ, ഇത്രയും വരച്ചെങ്കിൽ ഇനി ബാക്കിയും ചെയ്യാൻ പറ്റും, അമ്മച്ചിക്ക് പറ്റും എന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ആ പടമായിരിക്കും ബെസ്റ്റ്. ചിത്രകാരിയാണെന്നോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ സന്തോഷം, സങ്കടം, അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ബോർഡിലാണ് തീർക്കാറുള്ളത്. ശരിക്കും ഞാൻ ഈ വരയിലേക്ക് നന്നായിട്ട് വന്നതിന് ശേഷം എനിക്ക് കുറച്ചും കൂടെ സ്പിരിച്വലായിട്ടൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവരോടുള്ള കാഴ്ചപ്പാടുകളും എല്ലാം എനിക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിങ്ങനെ കുറച്ചും കൂടെ ഡീപ്പായിട്ടൊക്കെ ചിന്തിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. നമുക്ക് കലയ്ക്കൊരിക്കലും പ്രായമില്ല. അത് ഞാൻ ഒട്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോഴാണെങ്കിലും അത് എല്ലാ ദിവസവും ഞാൻ കുറച്ചെങ്കിലും വരയ്ക്കും. ഒരു ദിവസം വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കതൊരു നഷ്ടബോധം.